ഉപ്പുമാവ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉപ്മാവ് കഴിക്കാൻ ഭയങ്കര കൊതി. പിന്നെ ഒന്നും നോക്കില്ല, ചടപടെ സാധനങ്ങൾ മേടിച്ചു ഉണ്ടാക്കാന്ന് വെച്ചു. നാട്ടിലായിരിക്കുമ്പോൾ അമ്മ എന്നും രാവിലെ ഉപ്മാവ് ഉണ്ടാക്കി തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്മാവ് എന്ന് പറയുന്ന സാധനം. അതിപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്നതായാലും റവ വെച്ച് ഉണ്ടാക്കുന്നതായാലും ഞാൻ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് ഉപ്മാവ്. ഈ ഉപ്മാവിനൊരു ചരിത്രമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ശരിക്കും ഈ ഉപ്പുമാവ് ഉണ്ടാകുന്നത് ഗോതമ്പ് കഞ്ഞിയിൽ നിന്നാണ്. ഗോതമ്പ് കഞ്ഞിയുടെ പ്രത്യേകത, ഗോതമ്പ് കഞ്ഞിയിൽ ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ, വേറൊന്നും ചെയ്യത്തില്ല. ഈ ഗോതമ്പ് കഞ്ഞി പരിണമിച്ചാണ് ഉപ്പുമാവിലേക്ക് എത്തുന്നത്. സംഭവം ഭയങ്കര അധ്വാനമില്ലാത്ത ഒരു പ്രഭാത ഭക്ഷണമാണ്. പണ്ട് കാലത്തൊക്കെ അമ്മമാർക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ നിന്നാകണം ഇങ്ങനൊരു ഉപ്മാവ് കണ്ടെത്താൻ കാരണം. ഇത് എന്താ പറയുക, ഇതിൽ പെട്ടെന്ന് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമോ അല്ലെങ്കിൽ പുളിപ്പ് തരുന്ന ഐറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറിനൊക്കെ നല്ലൊരു ആശ്വാസമാണ്. ഇത് ആദ്യകാലത്ത് കണ്ടു തുടങ്ങിയത് തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിലാണ്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എന്തായാലും എളുപ്പമാണ്. എൻ്റെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ഉപ്മാവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറയുന്ന ഉപ്മാവും പപ്പടവും, അത് കഴിഞ്ഞാൽ ഉപ്മാവും ചമ്മന്തിയും, പിന്നെ ഉപ്മാവും പഴവും. എനിക്ക് ഈ 3 ഐറ്റം കൂട്ടി കഴിക്കാനും ഇഷ്ടമാണ്. ഉപ്മാവും ചമ്മന്തിയും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നല്ല തേങ്ങാ ചമ്മന്തി. എന്തായാലും എല്ലാവരും വീട്ടിൽ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു കോമ്പിനേഷൻ കേട്ടോ.